ഗൈസ്, അപ്പോൾ എൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിലെ പ്രത്യേകത. കർക്കിടക മാസം പ്രത്യേകം പറയാനല്ല, കർക്കിടക മാസത്തിലെ ഞങ്ങളുടെ ഉള്ള പ്രത്യേകത, അതായത് കർക്കിടക 10, 16 അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അവിടെ മാസത്തെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊന്നും വേണ്ടി വരില്ല. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമായണ മാസം ആരംഭം, പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ, അതായത് ഔഷധങ്ങളുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ കർക്കിടക മാസം. എനിക്കറിയില്ല കേട്ടോ. കർക്കിടക മാസത്തിൽ ഇവിടെ, അതായത് എൻ്റെ ഹസ്ബൻഡ് വീട് വെളിനേരിയാണ്. വെളിനേരി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് പരിചയപ്പെട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കർക്കിടക 10 ഇപ്പൊ കർക്കിടകം 10 കർക്കിടകം 10 ഇവിടെ പത്തല ഉപ്പേരി വെക്കും. പത്തല ഉപ്പേരി എന്ന് വെച്ചാൽ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം, കാണിച്ചു തരാം എന്തൊക്കെയാ 10 ഇല എന്നുള്ളത്. അതായത് പയർ, മത്തൻ, അങ്ങനെ ഒരുപാട് ഔഷധമുള്ള ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് ചെറുതാക്കി നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കുന്നതിനാണ് കർക്കിടക 10 പത്തല എന്നാണ് പറയാം കേട്ടോ. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് ഇഷ്ടമായ മാത്രം നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ ഇതൊന്നും ഇല്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അല്ലാതെ വേർതിരിച്ച് കാണാനല്ല. 10 പത്തല, കർക്കിടകം 16 16 മുക്കിരി, മോര് പൊഴിച്ചിട്ട് മുക്കിരി ഉണ്ടാക്കുന്ന പരിപാടി. അത് കർക്കിടക 16 എന്നാണ് പറയാം. അപ്പൊ കർക്കിടക 10 പത്തല, 16 മുക്കിരി ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമുക്ക് കർക്കിടക 10 അപ്പൊ നമുക്ക് എന്താ പത്തല ഉണ്ടാക്കിയാലോ എന്നാ. ഇന്ന് നമുക്ക് ഗൈസ് നമുക്ക് വേണ്ടത് കർക്കിടക 10 എന്തൊക്കെ ഇലയാണ് ഉപയോഗിക്കാന്നുള്ളതാണ് അല്ലേ. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് പയർ, ഇത് മത്തൻ, ഇത് കടിത്തുവ, ഇത് തകര, ഇത് ചീര, ഇത് കോളല, ഇത് തവിഴാമ, ഇത് ചേനടല, ഇത് മുരിങ്ങ. അപ്പോൾ ഗൈസ് എന്തൊക്കെ വേണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ അത് പറയാൻ നിൽക്കണില്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോകും. അപ്പോൾ അതാ നമ്മുടെ ഇലകളൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് കണ്ടോ കഴുകി ചെറുതായി നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി വേണം, ചീനമുളക് വേണം. ചീനമുളക് എന്നാണ് കേട്ടോ അതിന് ഞങ്ങളുടെ അവിടെ പറയാം. നിങ്ങളുടെ അവിടെ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചീനമുളകും കൂടി നമുക്ക് വേണം. ഇത് നമുക്ക് നന്നായി കുത്തിച്ചതച്ചിട്ട് വേണം നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കുത്തിച്ചതക്കലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കുത്തിച്ചതക്കലൊക്കെ കഴിഞ്ഞ് അതവിടെ വെച്ച് നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഈ ചട്ടി ചൂടായാൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതാ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം ഇതാ നമുക്ക് ഉള്ളി ചതച്ചതും ചീനമുളക് അഥവാ അരിമുളക്, ഇവിടെ അരിമുളക് നാട്ടോ അതിൽ പറയുക, അരിമുളക് ചതച്ചതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിൽ നമ്മൾ കടുകൊന്നും ഇടില്ല കേട്ടോ. ഇത് നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ആ വഴറ്റി കൊടുത്ത ഇതിലേക്ക് കരിയരുത് കേട്ടോ, പതുക്കെ വയ്ക്കണേ. വഴറ്റി കൊടുത്തതിലേക്ക് നമുക്ക് ഈ ഇല നുറുക്കി വെച്ച ഇല എടുത്തിട്ടിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇലയിട്ട് ഉപ്പൊക്കെ ഇട്ട് പൊടിപ്പാണ് ഇട്ട് വേണമെന്ന്, കല്ലുപ്പ് ഇടുന്നവർക്ക് ഇടാം. നമുക്കങ്ങനെ കല്ലുപ്പിൻ്റെ അളവ് അറിയില്ല, അമ്മയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അമ്മ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കുകയാണ്. ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞങ്ങളിത് വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അഥവാ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും വേവിക്കരുത്. ചിലപ്പോൾ കരിയും, കാരണം കുറച്ച് വെള്ളമല്ലേ ഉണ്ടാവുള്ളൂ അതിൽ. പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കരിയാനുള്ള സാധ്യത കാണാണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ തന്നെ നമ്മുടെ പത്തില ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, അതിൻ്റെ മുന്നേ നമുക്ക് ഉപ്പേരി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പത്തില ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.